श्रुतिस्मृतिपुराणोक्तः धर्माचारनिबन्धने विभिन्नमतय केचित् नीचां वृत्तिं भजन्ति च. ശ്രുതി സ്മൃതി പുരാണം. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ? വേദം. സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾ അല്ലാത്ത ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ സ്മൃതികളാണ്. ചതുർവേദങ്ങൾ, 4 വേദങ്ങളെ ശ്രുതിയായിട്ടാണ് എണ്ണുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇവയുടെ ഉള്ളിൽ വരുന്ന ഉപനിഷത്തുകളൊക്കെ ശ്രുതികളാണ്. ശ്രുതി എന്ന് പറയാൻ കാരണം എന്താ? ശ്രുതി എന്നാൽ ഈശ്വരവചനം, ഡയറക്റ്റ് റെവലേഷൻ ഓഫ് ഗോഡ് എന്നാണ് ശ്രുതി എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിൽ നിന്ന് നേരെ വരുന്നത്, തടസ്സമില്ലാതെ വരുന്നത്. സ്മൃതി എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതം എന്നാണ് അർത്ഥം. മറ്റേത് ഈശ്വര സൃഷ്ടം. ഈശ്വരനിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത് ശ്രുതിയും. മനുഷ്യൻ കാലദേശങ്ങൾക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്ന, എഴുതി കൊടുക്കുന്നത്, അത് ഗുരുക്കന്മാരാകട്ടെ, ആചാര്യന്മാരാകട്ടെ, ഋഷിമാരാകട്ടെ പറഞ്ഞു കൊടുക്കുന്ന സ്മൃതി. പുരാണങ്ങൾ, പുരാണം എന്തിനാണ് എഴുതിയിട്ടുള്ളത്? തത്വം മനസ്സിലാകാത്തവർക്ക് വേണ്ടി കഥയുടെ രൂപത്തിൽ എഴുതി കൊടുക്കും. അതാണ് പുരാണം എന്ന് പറയുന്നത്. വലിയ തത്വങ്ങൾ പറഞ്ഞു, തത്വമസി എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഒരു കഥയുടെ രൂപത്തിൽ അതിനെ അവതരിപ്പിക്കും. അതാണ് പുരാണം എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെയാണ് ഭാരതീയര് അവരുടെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ജീവിതം നയിക്കേണ്ടത്. പക്ഷെ പലരും വേദങ്ങളെ വിസ്മരിച്ചു, സ്മൃതികളെ വിസ്മരിച്ചു, പുരാണങ്ങളെ വിസ്മരിച്ച് വ്യതിചലിച്ച് നടന്നു. ഈ ആചാരങ്ങളിൽ നിന്നല്ല, നല്ല ആചാരങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നടന്നു. എന്നിട്ട് നീചമായിട്ടുള്ള കേചിത് ചിലര് നീചാവൃത്തി ഭജന്തിജ, നികൃഷ്ടമായ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഈ ലോകത്തിൻ്റെ ദൂഷ്യങ്ങൾ എങ്ങനെ ഉണ്ടാകണമെന്ന് പറയുക, നമുക്ക് നമ്മുടെ പൂർവികർ തന്നിട്ടുള്ള വാല്യൂ അസറ്റും മൂല്യങ്ങളുടെ ഒരു സഞ്ചയമുണ്ട്. അത് ഈ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. വാസ്തവത്തിൽ ജാതി പിശാചുകളൊക്കെ വന്നിട്ടുള്ളത് ഈ ഗ്രന്ഥങ്ങളെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. വേദത്തെ ആയാലും സ്മൃതികളെ ആയാലും പുരാണങ്ങളെ ആയാലും തത്വാർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ബോധാനന്ദ സ്വാമികൾ തന്നെ പറയുന്നു ഗുരുവിനോട്. വ്യതിചലിച്ചവരാണ് ഇവരെല്ലാവരും. അതിൻ്റെ നീചവും നികൃഷ്ടവുമായിട്ടുള്ള ജീവിതത്തെ നയിക്കുന്നവരാണ്. ശ്രുതിസ്മൃത്യുദിതേ കർമ്മണി അനേകേനാധികാരിണഃ വിശിഷ്ടബുദ്ധിമത്വേപി തേഷാം ന്യക്കാര ഈരിതഃ. ശ്രുതിസ്മൃത്യുദിതേ, ശ്രുതി സ്മൃതികളിൽ ഉദിതമായ പറയപ്പെട്ടിരിക്കുന്നു. കർമ്മണി, കർമ്മങ്ങളിൽ അനേകം ആളുകൾ അധികാരികളായിട്ട് തീരുന്നില്ല. തേഷാം, അവരുടെ നെക്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപലപിക്കൽ എന്നാണ്. വിശിഷ്ടബുദ്ധിമത്വേപി, വിശിഷ്ടബുദ്ധി ഉള്ളവരിലും ഇരിതമായിരിക്കുന്നു, പറയപ്പെട്ടിരിക്കുന്നു. അതായത് വളരെ അധികം ആളുകൾ ശ്രുതിസ്മൃതികളിൽ അധികാരികളായിട്ട് തീരുന്നില്ല. പണ്ടുകാലത്ത് വേദം പഠിക്കാനായിട്ട് എല്ലാവർക്കും അധികാരമുണ്ട്. അതുപോലെ സ്മൃതികളും സംസ്കൃതവും ഒന്നും പഠിക്കാൻ അധികാരമില്ല. അങ്ങനെ പഠിക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് തന്നെ അവര് ഇതിനെക്കുറിച്ചുള്ള, ധർമ്മത്തെക്കുറിച്ചുള്ള ധാരണയില്ലാത്തവരായിട്ട് സമൂഹത്തിൽ വളർന്നു. അവര് സജ്ജനങ്ങളെ പോലും അവര് അപലപിക്കും, നിന്ദിക്കും. ഇന്ന് നമുക്ക് ചരിത്രപരമായിട്ടൊന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു പ്രത്യേകത, ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടാതെ പോയിട്ടുള്ള ഈ അറിവ് കാരണം ഇന്നൊരു കൂട്ടം ജനത തന്നെ വാസ്തവത്തിൽ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ വളരെ നികൃഷ്ടവും നിന്ദ്യമായിട്ട് അപലപിക്കുന്നു. ആര് ആധ്യാത്മികതയെക്കുറിച്ച് സംസാരിക്കുന്നുവോ അവരൊക്കെ എന്തോ മ്ലേച്ഛന്മാരും മോശപ്പെട്ടവരുമാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ ആൾദൈവമാണെന്ന് പറഞ്ഞ് അപഹസിക്കുന്നു. അതൊന്നും നല്ല പ്രവണതയല്ല.
സത്യത്തെക്കുറിച്ച് കേൾക്കാനൊരു അവസരം അവർ ഉണ്ടാക്കണം. സത്യത്തെ ഒരിക്കലും അന്ധമായിട്ട് പിന്തുടരാൻ പാടില്ല ആരും. ഈ കേൾക്കുന്നതെല്ലാം നിങ്ങളുടെ അറിവിൻ്റെ മൂശയിലിട്ടിട്ട് ഉരുക്കി നോക്കണം അതിന്. എന്നിട്ട് നിങ്ങൾക്ക് സ്വീകാര്യമാകുന്നത് മാത്രമേ ജീവിക്കാവൂ. നിങ്ങൾ ആരെയും അന്ധമായിട്ട് പിന്തുടരരുത്. ഒരു ആചാര്യനും ഒരു ഗുരുവും അന്ധമായിട്ട് അവരെ ഫോളോ ചെയ്യണമെന്ന് പറയാറില്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് അവ ഗുണപരമാണെന്ന് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾ അവ ജീവിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഒരു വിശ്വാസമല്ല യഥാർത്ഥത്തിൽ ഗുരുദേവൻ നമുക്ക് തരുന്നത്. അറിവാണ് നമുക്ക് വരുന്നത്. അറിവ് കൊണ്ട് പരിശോധിച്ച് നോക്കിയിട്ട് വേണം ജീവിതത്തെ മെച്ചപ്പെടുത്താനായി. മനുഷ്യൻ മൃഗത്തെ പോലെ ജീവിക്കാനല്ല ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടുള്ളത്. മനുഷ്യന് അവൻ്റെ ഗുണഗണങ്ങളെ വളർത്തിയെടുക്കാം. അവൻ്റെ ക്വാളിറ്റേറ്റീവ് ലൈഫ് മെച്ചപ്പെടുത്താം. ക്വാണ്ടിറ്റേറ്റീവ് ലൈഫിനെ കുറിച്ചല്ല പറയുന്നത്. ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിലെ ഗുണവശങ്ങളെ പരമാവധി സംസ്കരിച്ചെടുക്കാം. അങ്ങനെ സംസ്കരിക്കാൻ കഴിയുന്ന ചില പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ നമുക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. നമുക്കൊരു നല്ല മനുഷ്യനായിട്ട് സ്നേഹത്തോടെ, ആനന്ദത്തോടെ, വിശാലതയോടെ ജീവിക്കാൻ കഴിയുന്നെങ്കിൽ ആ ജീവിതമല്ലേ നല്ലത്. ആനന്ദമാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്. ആ ആനന്ദത്തെ ഉപലബ്ധമാക്കുന്ന ഒരു പദ്ധതി ശാസ്ത്രങ്ങൾ നമ്മുടെ മുന്നിൽ വയ്ക്കുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പരിശോധിച്ച് നോക്കിയിട്ട് സ്വീകാര്യമെന്ന് കണ്ടാൽ മാത്രമേ അതിനെ എടുക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ കേൾക്കുന്ന മാത്രയിൽ നിങ്ങൾ ഇവിടെ വരുന്നവരെല്ലാവരും കണ്ണടച്ച് ഫോളോ ചെയ്യണമെന്ന് പറയുന്നു എന്നില്ല. ഇവിടെ ആരും പറയുന്നില്ല, പറയാൻ പാടില്ല താനും. അത് തെറ്റാണ്. അന്ധമായ ഒരു അനുഗമനം ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ശ്രുതിസ്മൃതികളിലൊക്കെ പറയുന്ന സദാചാരങ്ങളൊന്നും ആരും ആചരിക്കുന്നില്ല. ചിലവരൊന്നും കേൾക്കാൻ ഇടവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സജ്ജനങ്ങളെ പോലും പല ആളുകളും നിന്ദിക്കും. നമുക്കറിയാം സജ്ജനങ്ങളെ സമൂഹം നിന്ദിക്കുന്നതായി. നന്മ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പെട്ടെന്ന് ലഭിക്കുന്നില്ല. സജ്ജനങ്ങൾക്ക് പൊതുസമൂഹത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന അർഹമായിട്ടുള്ള ആ സ്വീകാര്യത ഇന്നത് ലഭ്യമല്ല. ഇന്നത്തെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത, ഒരു നല്ല മനുഷ്യനെ കണ്ടാൽ അയാളെ മറ്റു മനുഷ്യരുടെ മനസ്സിൽ കളങ്കമുള്ളതാക്കി തീർക്കും. അതിനെ തേജോവധം എന്ന് പറയും. നല്ല മനുഷ്യനെ ആദ്യം തേജോവധം ചെയ്യും. അതുകൊണ്ട് തേജോവധം ആണ് യഥാർത്ഥത്തിൽ നന്മയെ തേജോവധം ചെയ്തു കഴിഞ്ഞാൽ ആരും നന്മയുടെ പിന്നാലെ പോകില്ല. യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ നന്മ, ഭാരതത്തിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ വിശാലത ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരും പിന്നെ ഒരിടത്തേക്കും പോകില്ല. അത്രയും ഉത്കൃഷ്ടമാണ് ഗുരുദേവനൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത്രയും ഉത്കൃഷ്ടമായിട്ടുള്ളതാണ്. ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളെ പോലും അമ്പരപ്പിക്കുന്നതാണ് ഉപനിഷത്തിൻ്റെയൊക്കെ സാരമെന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലും ആകർഷിച്ചിട്ടുള്ളത്, മാക്സ് മുള്ളർ, ഓൾഡോയ്സിനെ പോലുള്ള ജർമ്മൻ പണ്ഡിതന്മാരെ അമ്പരപ്പിച്ചിട്ടുള്ളത്. എത്രയോ എത്രയോ ഭൗതിക ശാസ്ത്രത്തിൽ പോലും അഗാധമായ അറിവുണ്ടായിട്ടുള്ളവരെ പോലും ആകർഷിക്കുന്നതാണ് ഇതെല്ലാം. അപ്പം നമ്മൾ സാധാരണ പത്രം പോലും വായിച്ചു നടക്കുന്ന ആളുകൾ കഷ്ടി പത്രമേ വായിക്കുള്ളൂ. അയാൾ പോലും ഇതിനൊക്കെ നിന്ദിക്കും. അയാൾക്കിത് അക്ഷരം കുട്ടി വായിക്കാൻ പോലും അറിയില്ല. എന്നിരുന്നാലും വേദങ്ങളും ഉപനിഷത്തുക്കളും ഗുരുദേവ കൃതികളൊക്കെ മഹാമോശമാണെന്നും നച്ചമാണെന്നും പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നാം മുൻധാരണക്കെടുക്കരുതെന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഏറ്റു പറയരുത്. ഗുരുവിൻ്റെ വാക്കുകൾ തെറ്റാണെന്ന് നിങ്ങൾ ഏറ്റു പറയരുത്. ഉപനിഷത്തുകൾ തെറ്റാണെന്ന് ഏറ്റു പറയരുത്. നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് പഠിക്കണം. പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എന്തിനെക്കുറിച്ചും പറയാനായിട്ട്. ഏതിനെക്കുറിച്ചും. അത് ബൈബിളിനെ കുറിച്ചാണെങ്കിലും ഖുറാനെ കുറിച്ചാണെങ്കിലും ആധികാരികമായിട്ട് നിങ്ങൾ പറയണമെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ പറയരുത്. നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ പറയണം.
അല്ലാതെ നമ്മൾ മുൻധാരണ കൊണ്ടൊരാളെ വിലയിരുത്തും, ഒരു ഗ്രന്ഥത്തെയും വിലയിരുത്തും. ഗുരുദേവ കൃതികൾ മാത്രമല്ല, വേദത്തെയും ഉപനിഷത്തിനെയും ബൈബിളിനെയും ഖുറാനെയും ഒക്കെ തന്നെ നമുക്ക് വിലയിരുത്താനുള്ള അധികാരമുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ, മനസ്സിലാക്കാതെ പറയരുത്. അടുത്തത് 23-ാമത്